കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നടന്ന ചിട്ടി തട്ടിപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ കോടികൾ കണക്കിനുള്ള ചിട്ടി തട്ടിപ്പുകളാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ശരിക്കും ഒരു ചിറ്റ് ഫണ്ട് അഥവാ ചിട്ടി അഥവാ കുറി. മാത്രമല്ല ഈ ചിട്ടി ശരിക്കും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണോ, അതിന് അവസാനം ഒരു ചിട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതൊരു സ്കാം ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചിട്ടി കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഇമാജിൻ ചെയ്യുക, 5 ആൾക്കാരുണ്ട്. അതിൽ ഓരോ ആൾക്കാരും ഒരു 10,000 രൂപ വീതം അവർ ഒരു ചിട്ടി കമ്പനിയിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ്. ഇവിടെ ചിട്ടി കമ്പനി ആക്ച്വലി ഒരു കമ്പനി ആവണമെന്നില്ല, അത് നിങ്ങളുടെ നാട്ടിലെ ഒരാളും ആവാം. അത്യാവശ്യം എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ചിട്ടി സ്കീം നടത്താവുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 50,000 രൂപ ശേഖരിച്ചിട്ടുണ്ട്. ആ ശേഖരിച്ച പൈസ ഈ ചിട്ടി കമ്പനിയിൽ അഥവാ ആ ഒരു ആൾ, അതിനെ ഫോർമാൻ എന്നാണ് പൊതുവെ വിളിക്കുക, അയാളുടെ അടുത്തായിരിക്കും ഉണ്ടാവുക. അതിന് നമുക്ക് ചിറ്റ് ഫണ്ട് എന്ന് വിളിക്കാം. ഇനി എന്താ സംഭവിക്കുക വെച്ചാൽ ഓരോ മാസവും ഇവിടെ ഒരു നറുക്കെടുപ്പ് നടക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മാസം ഈ ചിറ്റ് ഫണ്ടിൽ 50,000 രൂപ ഉണ്ട്, എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു നറുക്കെടുപ്പ് എടുക്കും. ആ നറുക്കെടുപ്പിൽ ഫോർ എക്സാമ്പിൾ ഇയാളാണ് ജയിച്ചെങ്കിൽ ആ 50,000 മുഴുവൻ അയാൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി മനസ്സിലാക്കേണ്ടത്, ഇവിടെ മുഴുവൻ പൈസ അയാൾക്ക് കിട്ടില്ല. ആക്ച്വലി ഈ ഒരു കമ്പനിക്കോ അല്ലെ ആ നടത്തുന്ന ആൾ ഒരു കമ്മീഷനും കൂടി എടുത്തിട്ട് ബാക്കി പൈസ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ആ ഒരു കമ്മീഷൻ കിഴിച്ചുള്ള പൈസ ആയിരിക്കും ഇയാൾക്ക് കിട്ടാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ മാസം ഇതേ കാര്യം നടക്കും. വീണ്ടും എല്ലാവരും 10,000 രൂപ വീതം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും നറുക്കെടുക്കുന്നു. നറുക്കെടുക്കുമ്പോൾ ഇയാളെ പിന്നെ കൂട്ടില്ല, കാരണം അയാൾക്ക് ഓൾറെഡി പൈസ കിട്ടിയിട്ടുണ്ട്. ആ നറുക്കെടുത്തിട്ട് മറ്റൊരാൾക്ക് 50,000 രൂപ കിട്ടുന്നതായിരിക്കും. ആ ഒരു കളക്ട് ചെയ്ത എമൗണ്ട് കിട്ടുന്നതായിരിക്കും കമ്മീഷനെല്ലാം കിഴിച്ചിട്ട്. ഈ ഒരു പ്രോസസ്സ് ഈ 5 ആൾക്കാർക്ക് ഇങ്ങനെ പൈസ ഫുള്ളായിട്ട് കിട്ടുന്നവരെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ചിട്ട് കമ്പനി വർക്ക് ചെയ്യുന്ന രീതി. ഇനി ഒബ്വിയസ്ലി ഇവിടെ മനസ്സിലാക്കേണ്ടത്, പ്രാക്ടിക്കലി വരുമ്പോൾ 5 ആൾക്കാരായിരിക്കില്ല ഉണ്ടാവുക, ഒരു 20 പേരോ 30 പേരൊക്കെ അടങ്ങുന്ന ചിട്ടി ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഒരു വർഷത്തേക്ക് അല്ലെ 20 മാസത്തേക്ക് എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ ചിട്ടി നടക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നറുക്കെടുപ്പ് വഴി നടത്തുന്ന ഒരു ചിട്ടിയുടെ പോളിസിയാണ്. ഇനി ഇതല്ലാതെ ഓപ്ഷൻ വഴി നടത്തുന്ന ഒരു പോളിസിയും കൂടെ ഉണ്ട്. നമ്മൾ കേരളത്തിലെ ടൗൺ ഏരിയാസിലൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനീസ് ഒക്കെ നടത്തുന്ന ഈ ഓപ്ഷൻ പോളിസിയാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ വ്യക്തികൾ നടത്തുന്ന ചിട്ടി ഫണ്ടൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതലും ഉണ്ടാവുക നറുക്കെടുപ്പാണ്, നേരത്തെ കണ്ട പോലെ. അപ്പോൾ ഈ ഓപ്ഷൻ പോളിസിയാണ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാൻ നമുക്ക് നോക്കാം. വീണ്ടും സെയിം എക്സാമ്പിൾ നമ്മൾ എടുക്കാം. ഓരോ മാസവും ഈ നറുക്കെടുക്കുന്നതിന് പകരം ഓരോ ആൾക്കാർ ഒരു ബിഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ആൾ 7,500 ബിഡ് ചെയ്തു, രണ്ടാമത്തെ ആൾ 9,000 ബിഡ് ചെയ്തു, അങ്ങനെ ഒരാൾ 10,000 രൂപ ബിഡ് ചെയ്തു വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇയാളായിരിക്കും ആ മാസത്തെ ചിട്ടി ജേതാവ്. അപ്പോൾ ഇയാൾ 10,000 രൂപ ബിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ മൊത്തം 50,000 രൂപ അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ആ 10,000 രൂപ കിഴിച്ചില്ല 40,000 രൂപയായിരിക്കും അയാൾക്ക് ആ മാസം കിട്ടുക. ഇതിൽ ആ 10,000 രൂപ ചിറ്റ് ഫണ്ടിൽ ബാക്കി ഉണ്ടാവില്ല, അത് ഓരോ ആൾക്കാർക്കും ഡിവിഡൻഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഓരോ ആൾക്കാർക്ക് എത്ര കിട്ടും? 2,000 രൂപ ഇൻക്ലൂഡിങ് ഇയാൾക്കും കിട്ടുന്നതായിരിക്കും. ഇതേ പ്രോസസ് ആയിരിക്കും അടുത്ത മാസം വീണ്ടും നടക്കുക. അടുത്ത മാസം വീണ്ടും എല്ലാവരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം 10,000 രൂപ. എന്നിട്ട് ഓപ്ഷൻ വിളിക്കുന്നതായിരിക്കും. ഓപ്ഷൻ വിളിക്കുമ്പോൾ ഓരോ ആൾക്കാർ വീണ്ടും ബിഡ് ചെയ്യും. ആ ബിഡിൽ ഏറ്റവും കൂടുതൽ പൈസ ആർക്കാണ് വന്നതെന്ന് നോക്കും, അയാളായിരിക്കും ആ മാസം ജയിക്കാൻ പോകുന്നത്. ഒബ്വിയസ്ലി അയാൾ ബിഡ് ചെയ്ത പൈസ കുറച്ചിട്ടുള്ള പൈസ അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ 7,500 കുറച്ച് 42,500 രൂപയായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ആ 7,500 എല്ലാവരും ഡിവിഡൻഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. 7,500 ആയതുകൊണ്ട് 1,500 വീതം എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിട്ടിയിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ 2 ഗുണങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ വിളിച്ച് ആ പൈസ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എല്ലാ മാസവും ഇതുപോലത്തെ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെയും പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കംപ്ലീറ്റ് പൈസ ഡിവിഡൻഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കില്ല. ഇതിൻ്റെ ഒരു കമ്മീഷൻ ഈ നടത്തുന്ന ആൾക്കാരല്ലേ കമ്പനി എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ബാക്കിയായിരിക്കും ഡിവിഡൻഡ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ചിട്ടി വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇനി ഒബ്വിയസ്ലി നമ്മൾ പ്രാക്ടിക്കൽ സിനാരിയോയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഓരോരോ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ചിറ്റ് ഫണ്ടിൻ്റെ ശരിക്കത്തെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യമാണ്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഈസ് ഓഫ് ആക്സസ് ആൻഡ് മിനിമൽ പേപ്പർ വർക്ക്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 2 മാസത്തിന് ശേഷം ഒരു 1,00,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കുകയാണെങ്കിൽ അവിടെ കുറേ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതുപോലത്തെ ഒരു ചിട്ടിയിലോ ഒരു കുറിയിലോ ജോയിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. മാത്രമല്ല പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കമ്പനി ആണെങ്കിൽ പോലും വളരെ മിനിമലാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ 2 പേർപ്പസ് നടക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഒരു എമർജൻസി ലോണും കിട്ടുന്നതായിരിക്കും. മാത്രമല്ല സേവിങ്സ് സ്കീമും കൂടിയാണ്. അതായത് നിങ്ങളൊരു ചിട്ടിയിൽ ജോയിൻ ചെയ്ത് വിചാരിക്കുക, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു 3 മാസത്തിന് ശേഷം നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഗോൾഡ് വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ ഫീസ് വലിയൊരു എമൗണ്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി ലോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓപ്ഷൻ പിടിച്ചിട്ടോ അല്ലെങ്കിൽ നറുക്കെടുപ്പ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഇതൊരു സേവിങ്സ് സ്കീമും കൂടിയാണ്. കാരണം നിങ്ങൾ ഓരോ മാസം പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഡിവിഡൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇവിടെ ഒരു ഫോസ്റ്റ് സേവിങ്സ് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ല ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഈ ചിട്ടിയിലിടാൻ വേണ്ടി തീരുമാനിക്കുക. നിങ്ങളൊരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ മാസവും ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു സേവിങ്സിൻ്റെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു വശം കൂടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഓരോ ഗോൾസിന് വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിങ്ങനെ ഒരു ചിട്ടിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക പേർപ്പസും കൂടെ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് നിങ്ങളൊരു ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നവർ ഉണ്ടാവുന്നത്. പക്ഷേ ഈ അഡ്വാൻറ്റേജസ് പറയുമ്പോഴും ഒരു ചിറ്റ് ഫണ്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ കുറേ റിസ്ക്കുകളുണ്ട്. അതിന് ഏറ്റവും വലിയ റിസ്ക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ സ്കാമുകൾ.
അപ്പോൾ ഈ ചിറ്റ് ഫണ്ടിൽ സ്കാം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന് കുറേ രീതികളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയ രീതി ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ മിക്ക സമയത്ത് ഒരാളായിരിക്കും ഇത് നടത്തുക. അയാൾ ഇതുപോലത്തെ ഒരു ചിട്ടി തുടങ്ങി, പൈസ കളക്ട് ചെയ്യുന്നു, എല്ലാ മാസവും കറക്റ്റായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു, മാന്യമായിട്ടൊരു കമ്മീഷൻ എടുക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ എല്ലാവരും മെല്ലെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, കൂടുതൽ ചിട്ടികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു ഫണ്ട്, ഇയാൾ കളക്ട് ചെയ്യുന്ന ഫണ്ട് ഇങ്ങനെ കൂടി വരും. അങ്ങനെ മേ ബി ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന പോലെ 20 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ വലിയ ശേഖരിച്ച് വെച്ച പൈസ കൊണ്ട് ഇയാൾ അപ്രത്യക്ഷനാവും, അഥവാ സ്കൂട്ടാവും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഏറ്റവും സിമ്പിളും ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സ്കാമിൻ്റെ ഒരു രീതിയാണ്. ഇതല്ലാതെ വേറെ പല സ്കാമുകളും ചിട്ടി എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. ഇനി അവസാനം നമുക്ക് നോക്കേണ്ടത് ഇതുപോലത്തെ ട്രാപ്പിൽ എങ്ങനെ പെടാതിരിക്കാമെന്നാണ്. ഇതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കമ്പനി ചിറ്റ് ഫണ്ട്സ് ആക്ട് പ്രകാരം അത് രജിസ്റ്റേർഡ് ആണോ എന്നുള്ള കാര്യമാണ്. അത് രജിസ്റ്റേർഡ് ആണ്, അതിൻ്റെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കുക. ഫോർ എക്സാമ്പിൾ KSEFക്ക് രജിസ്റ്റേർഡ് ആയിട്ട് നടത്തുന്ന ചിറ്റ് ഫണ്ട് കമ്പനിയാണ്. ഇനി അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അവോയ്ഡ് ചെയ്യാനാണ്. കാരണം നാളെ എന്തെങ്കിലും സ്കാമും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ. രണ്ടാമത്തെ കാര്യമാണ് ഗ്യാരണ്ടീഡ് റിട്ടേൺസ്, അല്ലെങ്കിൽ FDനേക്കാളൊക്കെ ഭയങ്കര കൂടുതൽ റിട്ടേൺസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് ഗ്യാരണ്ടീഡ് അല്ല. ഫോർ എക്സാമ്പിൾ, പല ചിട്ടി സ്കാമും നടക്കുമ്പോൾ അവർ പറയും 20%, 30% ഓരോ വർഷം റിട്ടേൺസ് തരും, അല്ലെങ്കിൽ 2 വർഷത്തിൽ പൈസ ഡബിൾ ആക്കുന്ന സ്കീം. ഇങ്ങനെ ഗ്യാരണ്ടീഡ് ആയിട്ടാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അങ്ങനെ ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഹൈ റിട്ടേൺസ് കിട്ടാൻ പറ്റില്ല. ഇനി ആ റിട്ടേൺസ് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഹൈ റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ ഹൈ റിസ്കിൻ്റെ ആക്ച്വൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും കിട്ടാതെയാവും. ഇത് ചിട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏത് കാര്യത്തിലും മനസ്സിലാക്കുക, ഒരു ബാങ്കിലെ FDനേക്കാളും കൂടുതൽ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടാവും. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നുണ്ട്, അതിൽ കൂടുതൽ റിസ്ക് ഉണ്ട്. റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് റിട്ടേൺസ് കിട്ടില്ല. ചില വർഷം നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും, ചില വർഷം പോസിറ്റീവ് റിട്ടേൺസ് ആയിരിക്കും. ഓവറോൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 12% പ്ലസ് റിട്ടേൺസ് കിട്ടിയ പോലെയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം ഓരോ വർഷവും നിങ്ങൾക്ക് 12% റിട്ടേൺ കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളറ്റിലിറ്റിയാണ്, മുകളിലേക്കും താഴേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എലമെന്റാണ് അതിൽ റിസ്ക്. ഇനി കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന FD തരുന്ന ബാങ്കുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സാധാരണ ബാങ്കിൽ 7% കിട്ടുമെങ്കിൽ ഇവിടെ 8%, 9% കിട്ടും. അപ്പോൾ അവിടെ മനസ്സിലാക്കുക, അങ്ങനെ കൂടുതൽ റിട്ടേൺസ് തരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കുന്നത്. അവിടുത്തെ റിസ്ക് എന്ന് വെച്ചാൽ ബാങ്ക് നാളെ പെട്ടെന്ന് പൂട്ടി പോകാനായിരിക്കും. ഇനി ബാങ്കിൻ്റെ കാര്യത്തിൽ ഈ റിസ്ക് നിങ്ങൾക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം, എന്നിട്ട് കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള വഴികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായും അത് ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. ബാങ്കിന് മാത്രമല്ല വേറെ മെത്തേഡ്സ് അതിൽ പറയുന്നുണ്ട്. പക്ഷേ ഒരു ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നുണ്ടോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കുക അവിടെ എന്തെങ്കിലും ഒരു എലമെന്റ് ഓഫ് റിസ്ക് കൂടുതലുണ്ടാവും. മൂന്നാമത്തെ കാര്യമാണ് ടു ഗുഡ് ടു ബി ട്രൂ സ്കീംസ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇത് ഭയങ്കര അടിപൊളിയാണോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സ്കാം ആവാനാണ് ചാൻസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, എൻ്റെ കുടുംബത്തിൽ ഒരാൾ ചേർന്നൊരു ചിട്ടിയിൽ അവർ ചേർന്നപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ മാസം ഇത്രയും പൈസ അടയ്ക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസം അതിന് ചിട്ടി കിട്ടുമല്ലോ, നറുക്കെടുപ്പത്തിൽ ചിട്ടി കിട്ടുമല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പൈസ അടയ്ക്കണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഒരിക്കലും സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ ആൾക്കാരും കിട്ടുമ്പോൾ തന്നെ പൈസ നിർത്തി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ആ മൊത്തം പൈസ കൊടുത്ത് തീർക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് അടിപൊളിയാണ് തോന്നുകയാണ്. പക്ഷേ അതേസമയം എന്തോ ഒരു ലോജിക്കൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് പ്രശ്നമാണ്. അത് ഒരു മേ ബി 1 വർഷം 2 വർഷം 5 വർഷമൊക്കെ കമ്പനി ഓടുമായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും അത് നിർത്താൻ പോകുന്നത്. ആ സമയത്തായിരിക്കും മേ ബി നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. വേറെ അടിപൊളി സ്കീം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഹൈബ്രിഡ് ചിട്ടിയുടെ ഒരു സ്കീമാണ്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ എല്ലാ മാസവും 10,000 രൂപ അടയ്ക്കുക. അങ്ങനെ 20 മാസത്തെ ചിട്ടിയാണ്. അവസാനം നിങ്ങൾ 2 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവും. എന്നിട്ട് 2 വർഷം കഴിയുമ്പോൾ 24ാമത്തെ മാസം നിങ്ങൾക്ക് 2,75,000 രൂപ കിട്ടും. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഒരു സ്പെഷ്യൽ ഓഫറും ഉണ്ടാവും, 2 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിനും കൂടി കിട്ടും. അപ്പോൾ ഇതിലവർ പറയുന്ന ആ 2,70,000 രൂപ ഗ്യാരണ്ടീഡാണ്. എന്ത് സംഭവിച്ചാലും ഓപ്ഷനും പരിപാടി ഒന്നുമില്ല, നറുക്കെടുപ്പൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തോന്നും. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ഇന്നല്ലേ നാളെ അത് വലിയൊരു സ്കാമായി മാറിയേക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അങ്ങനത്തെ സ്കീമുകൾ ഏറ്റവും ബെസ്റ്റ് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കാമിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രാപ്പിൽ വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ എന്ത് വീഡിയോ ആണ് അടുത്തത് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർക്കോ ഇതുപോലത്തെ ചിട്ടി കമ്പനികളിൽ നിന്ന് എന്തെങ്കിലും സ്കാമുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതും കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.